Yes, good afternoon. Good afternoon, sir. Yes, good afternoon. How are you? Fine, sir. Fine, sir. Okay. Good afternoon. Fine. ഞാനിപ്പോ ഹൗ ആർ യു എന്നതിന് പകരം ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചു. ഹൗ ഡു യു ഡു എന്ത് പറയും? ഹൗ ഡു യു ഡു? ഇപ്പൊ എന്ത് മറുപടി പറയാ? ഹൗ ഡു യു ഡു റിപ്ലൈഡ് ബൈ ഹൗ ഡു യു ഡു കേട്ടോ. ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു. ഹലോ, ഓക്കെ, ലെറ്റ് us start. ആരംഭിക്കാം. ഓക്കെ, ലെറ്റ് us start. ഇന്ന് ലൈവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞത് 3 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. 3 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയണമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും, സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഓർമ്മയുണ്ടാ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഞാൻ ഇനി പറയാൻ പോണ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനിവിടെ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയും. They write എന്ന് പറയുമ്പോൾ ദേ സബ്ജക്റ്റ് ആണ്, റൈറ്റ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ഓഫ് വെർബാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് സിമ്പിൾ പ്രസന്റ് ആണ് ഈ സെന്റൻസ് നമുക്ക് പറയാം. കാരണം സബ്ജക്റ്റ് ഉണ്ട്, വെർബിന്റെ പ്രസന്റ് ടെൻസും ഉണ്ട്. നമുക്ക് വേണ്ടത് ഇതിന്റെ പാസ്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റും ഇതിന്റെ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് എഴുതണം. ഞാൻ സിമ്പിൾ പ്രസന്റ് ആണ് പറയുന്നത്, അതിന്റെ സിമ്പിൾ പാസ്റ്റ് എഴുതണം, സിമ്പിൾ ഫ്യൂച്ചർ എഴുതണം. അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞു സിമ്പിൾ പ്രസന്റ്, ദേ റൈറ്റ്, അവർ എഴുതുന്നു. അതിന്റെ സിമ്പിൾ പാസ്റ്റ് എങ്ങനെ എഴുതും? അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്താണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ്. അപ്പോ ദേ റൈറ്റ് എന്നുള്ളത് ദേ സബ്ജക്റ്റിന് വീണ്ടും എഴുതി, റൈറ്റ് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? പാസ്റ്റ് ടെൻസ് ഏതാണ്? WROT, റോട്ട്. ദേ റോട്ട് എന്നാണ് അതിന്റെ സിമ്പിൾ പാസ്റ്റ്. ഇനി നമുക്ക് വേണ്ട അതിന്റെ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അതിന് സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് ഇവിടെ ദേ തന്നെ നമുക്ക് എടുക്കാം. വില്ല് അല്ലെങ്കിൽ ഷാലില്ല, നമ്മൾ വില്ല് ചേർത്തു. പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, അത് നമ്മൾ ആദ്യം പറഞ്ഞ റൈറ്റ് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ആ വേർഡിനെ എടുത്ത് എഴുതുന്നു. ദേ റൈറ്റ്, ദേ വിൽ റൈറ്റ്. അപ്പൊ നമുക്ക് പറയാം ദേ റൈറ്റ് എന്നുള്ളതിന്റെ സിമ്പിൾ പാസ്റ്റ് ദേ റോട്ടും അതിന്റെ സിമ്പിൾ ഫ്യൂച്ചർ ദേ വിൽ റൈറ്റ് എന്നുമാണ്. അതുപോലെ
ഐ ലുക്ക് എന്നുള്ളതിന്റെ സിമ്പിൾ പാസ്റ്റ് ഐ ലുക്ക് എന്നുള്ളതും അതിന്റെ സിമ്പിൾ ഫ്യൂച്ചർ ഐ വിൽ ലുക്ക് എന്നുമാണ്. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു സെന്റൻസ് പറയുകയാണ്. ദേ യൂസ് ഇറ്റ്. ദേ യൂസ് ഇറ്റ്. അതിന്റെ സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും ഒന്ന് എഴുതാമോ? ദേ യൂസ് ഇറ്റ്. ഓക്കെ, ജ്യോതി എഴുതിയിട്ടുണ്ട് ദേ യൂസ്ഡ് ഇറ്റ്. അത് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞേ. They will use it. Which എഴുതിയിട്ടുണ്ട് they will use it. Okay. They will use it. Surya, they will use it. Okay. ഇനി ആരെങ്കിലും? ഫസീല, they will use it. They use it. ഷഹന, they will use it. ആര്യ, നിത്യ, they will use it. Okay. അപ്പൊ അത് ശരിയാണ്, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ജലി എഴുതിയിട്ടുണ്ട് they will use it. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും വന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാൻ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാം. നെഗറ്റീവ് ശ്രദ്ധിക്കുക. ദേ ഡു നോട്ട് വർക്ക്. ദേ ഡു നോട്ട് വർക്ക്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയ നെഗറ്റീവ് ആയ ഒരു വാചകമുള്ളത്. അതിന് സിമ്പിൾ പാസ്റ്റ് നമ്മൾ നെഗറ്റീവ് എടുക്കുമ്പോൾ ദേ ഡിഡ് നോട്ട് വർക്ക്. ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ദേ ഡിഡ് നോട്ട് വർക്ക്. ഇനി അതിന്റെ സിമ്പിൾ ഫ്യൂച്ചർ എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് വർക്ക്. ദേ വിൽ നോട്ട് വർക്ക്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ഞാൻ പറയാം. ഐ വിൽ സി. ഐ വിൽ നോട്ട് സി എന്നാണെങ്കിൽ ഓക്കെ ശരി, കറക്റ്റ് ആണ്. ഐ ഡു നോട്ട് സി എന്നാണെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ഐ ഡിഡ് നോട്ട് സി. ഫ്യൂച്ചർ വരുമ്പോൾ ഐ വിൽ നോട്ട് സി. ഇനി ഐ റീഡ് ബുക്സ് എന്നാണെങ്കിൽ ഐ ഡു നോട്ട് റീഡ് ബുക്സ് എന്നാണെങ്കിൽ അതിന്റെ പാസ്റ്റ് വരുമ്പോൾ ഐ ഡിഡ് നോട്ട് റീഡ്. അതിന്റെ ഫ്യൂച്ചർ വരുമ്പോൾ ഐ വിൽ നോട്ട് റീഡ്. ഓക്കെ, ഞാൻ ഇനി വേറൊരു വാചകം നിങ്ങളോട് പറയാം. നിങ്ങൾ അതിന്റെ പാസ്റ്റും ഫ്യൂച്ചറും ഒന്ന് എഴുതുക കേട്ടോ. ദേ റൈറ്റ് ലെറ്റർ. അതിന്റെ നെഗറ്റീവായിട്ട് ഞാൻ പറയാം. ദേ ഡു നോട്ട് റൈറ്റ് ദ ലെറ്റർ എന്നാണെങ്കിൽ അതിന്റെ പാസ്റ്റ് നെഗറ്റീവായിട്ട് പറഞ്ഞേ. ഓക്കെ, ദേ ജ്യോതിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വിജി ദേ ഡിഡ് നോട്ട് റൈറ്റ്. ഫരീസ ദേ ഡിഡ് നോട്ട് റോട്ട്. They did not write. Okay, did not write. Surya, Arya, they did not write. In future പറഞ്ഞില്ലല്ലോ. ഫ്യൂച്ചറിലെ നെഗറ്റീവ്, സിമ്പിൾ ഫ്യൂച്ചർ നെഗറ്റീവ്. They will not write. Viji. Okay, they will not write. Okay. അപ്പൊ ഒന്ന് രണ്ട് പേര് തെറ്റിച്ചവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഒരു പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഗോ
ഗോ പ്രസന്റ് ടെൻസ് ആണ്. അതിന് മുന്നിൽ നമ്മൾ ഡിഡ് ചേർക്കുകയാണ്. ഡിഡ് ഗോ. ഡിഡ് എന്ന വാക്ക് ചേർത്തിട്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പാസ്റ്റ് ആണ്, വെന്റ് എന്നാണ് അർത്ഥം. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ആണ്. അപ്പൊ ഡിഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ടുക്ക് എന്നാണ് വിചാരിക്കുക, ടുക്ക്. ഡിഡ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അതിന്റെ അർത്ഥം. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് ആണ് വിചാരിക്കുക. ഞാൻ ഇതിൽ പറയാൻ കാരണം ഒന്ന് രണ്ട് പേര് ഇവിടെ എഴുതിയപ്പോ ദേ ഡിഡ് നോട്ട് റോട്ട് ലെറ്റർ എന്ന് എഴുതി, WROT. അപ്പൊ അവര് ചിന്തിച്ചത് പാസ്റ്റിലെ നെഗറ്റീവ് എഴുതുമ്പോൾ ഡിഡ് റൈറ്റ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് എഴുതി. അപ്പോ അവരോടാണ് പറയുന്നത് ആ വാചകത്തിൽ ഒരു ഡിഡ് കിടപ്പുണ്ട്. ഡിഡുള്ള വാചകത്തിൽ പിന്നൊരു പാസ്റ്റ് ടെൻസ് എഴുതേണ്ട, പ്രസന്റ് ടെൻസ് എഴുതിയാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ദേ ഡിഡ് നോട്ട് റൈറ്റ് എന്നാണ്. കാരണം ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഇസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഡിഡ് കഴിഞ്ഞാൽ വീണ്ടും ഒരു പാസ്റ്റ് ടെൻസ് എഴുതേണ്ട, ഡിഡ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് എഴുതിയാൽ മതി. ഓക്കെ, ശരി. ഇനി നമ്മളിവിടെ ആദ്യം പറഞ്ഞു അതിന്റെ ഫ്യൂച്ചർ പറയുമ്പോൾ ഐ വിൽ നോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. ഇനി അടുത്തത് നമുക്ക് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകം. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ദേ ഡു നോട്ട് കം, അവർ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതായത് പതിവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ആ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾ പറയേണ്ടത്, ഇന്ന് രാവിലെ മുതൽ ഇപ്പൊ ഏതാണ്ട് സമയം 2:35 ആയിട്ടുണ്ട്. ഇത്രയും സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഇതേപോലെയുള്ള ഒരു കാര്യം, ഒരു പതിവായിട്ടുള്ള കാര്യം പറയാം. ഇംഗ്ലീഷിൽ പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ എനിക്ക് വേണം പറയാം ഐ ഡു നോട്ട് യൂസ് ഇംഗ്ലീഷ് മെഡിസിൻ. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കാറില്ല. ഡു നോട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഐ ഡു നോട്ട് യൂസ് ഹോട്ട് വാട്ടർ. ഞാൻ ഹോട്ട് വാട്ടർ ഉപയോഗിക്കാറില്ല. അതുപോലെ ഒരു ഡു നോട്ട് വെച്ചൊരു സെന്റൻസ് ഇന്നത്തെ നിങ്ങൾ ഇതുവരെയുള്ള ഈ രാവിലെ മുതൽ ഇപ്പോൾ വരെയുള്ള സമയത്തിനുള്ളിൽ നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഡു നോട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഡു നോട്ട് വരുന്ന ഒരു സെന്റൻസ് പറയും. യെസ്, വിജയ് എഴുതിയിട്ടുണ്ട് ഐ ഡു നോട്ട് വാച്ച് TV. വെരി ഗുഡ്. വർഷ ഐ ഡു നോട്ട് ഈറ്റ് ഓയിൽ ഫുഡ്. ഓക്കെ, ഐ ഡു നോട്ട് വെച്ചിട്ട് ഐ ഡു നോട്ട് ഡ്രിങ്ക് ജ്യൂസ്. അഞ്ജന ഐ ഡു നോട്ട് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഓ വെരി ഗുഡ്, അതാണ് സംസാരിക്കാൻ എഴുതിയതല്ലേ. തസ്നീം അതിൽ അമർജ്യോതി ഐ ഡു നോട്ട് റൈറ്റ് നോട്ട്സ്. ഓക്കെ, ഐ ഡു നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റില്ലേ? എഴുതിയിട്ടുണ്ട്, നമുക്ക് പറയുക എന്നുള്ളത് കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ധൈര്യം വരും. ഐ ഡു നോട്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. ഫസീല ശരിയാണ്. ഡു നോട്ട്. ഓക്കെ, അപ്പൊ ഐ ജോമോള് ഐ ഡു നോട്ട് കപ്പ് ഓഫ് ടീ. അപ്പൊ ആ ഡു നോട്ട് കഴിഞ്ഞിട്ട് ഒരു വെർബ് വിട്ടുപോയിട്ടുണ്ട്. ഐ ഡു നോട്ട് ഡ്രിങ്ക് അല്ലെങ്കിൽ ഐ ഡു നോട്ട് ടേക്ക് കപ്പ് ഓഫ് ടീ. അങ്ങനെ പറഞ്ഞു. അടുത്തത് പറയൂ. ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഐ ഡു നോട്ട് നമ്മളോട് പറഞ്ഞു. ഐ ഡു നോട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞു. ദേ ഡു നോട്ട് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അവർ കുടിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഇനി അവർ കുടിച്ചിട്ടില്ല എന്നാണെങ്കിൽ അത് വരും ദേ ഡിഡ് നോട്ട് ഡ്രിങ്ക് എന്ന് വരും. ദേ ഡിഡ് നോട്ട് ഡ്രിങ്ക്.
ഇനി നിങ്ങൾ വേറൊരു വാചകം പറയാ, ഇന്ന് നിങ്ങൾ സാധാരണ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തിയാണ്, പക്ഷെ ഇന്ന് ചെയ്തിട്ടില്ല. അതൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രവൃത്തി, ആക്ഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ ലഞ്ച്. ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ ലഞ്ച്. ഞാൻ ഇന്നെന്റെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കേണ്ടതാണ്, പക്ഷെ ഇന്നിപ്പോ കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് ഗീവ് ഫുഡ് ടു പാരന്റ്സ്. ഞാൻ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഡിഡ് നോട്ട് വരാവുന്ന ഒരു വാചകം. ചെയ്തിട്ടുണ്ട്. ഐ ഡിഡ് നോട്ട് വാഷ് ദ ക്ലോസ്. വെരി ഗുഡ്. ഐ ഡിഡ് നോട്ട് വാഷ് ദ ക്ലോസ്. ഐ ഡിഡ് നോട്ട് വാക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഡിഡ് നോട്ട് യൂസ് മൈ ലാപ്ടോപ്പ്. ഓക്കെ. ഐ ഡിഡ് നോട്ട് യൂസ് മൈ ലാപ്ടോപ്പ്. ശരിയാണ്. അടുത്തത്, ഐ ഡിഡ് നോട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട് കഴിഞ്ഞ ഒരു ജോബി മോളെ ഒരു വേർഡ് പോയിട്ടുണ്ട്. ഐ ഡിഡ് നോട്ട് ടേക്ക് നോ. ഐ ഡിഡ് നോട്ട് ഈറ്റ് നോ. ഒരു വാക്ക് ചേർക്കാം. ഐ ഡിഡ് നോട്ട് ഫിനിഷ് മൈ വർക്ക്. ശരിയാണ്, ജെൻസി. ഐ ഡിഡ് നോട്ട് ഫിനിഷ്. ശരിയാണ്. അടുത്തത്, ഷഹാന ഇതിലുണ്ട്. ഐ ഡിഡ് നോട്ട് റൈറ്റ് മൈ നോട്ട്സ്. ഓക്കെ. ശരിയാണ്. ഐ ഡിഡ് നോട്ട് റൈറ്റ് മൈ നോട്ട്. അപ്പൊ നോക്കിയേ, ഐ ഡിഡ് നോട്ട് റൈറ്റ് മൈ നോട്ട്സ് എന്ന് ഒരാൾ എഴുതണമെങ്കിൽ അയാളോട് നമ്മൾ ചോദ്യം ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? നിങ്ങൾ നോട്ട് എഴുതിയോ? അപ്പോ ആ ചോദ്യം നമുക്ക് എന്ത് വരും? ഡിഡ് യു റൈറ്റ് യുവർ നോട്ട്, അല്ലെങ്കിൽ ഡിഡ് യു റൈറ്റ് നോട്ട്. അപ്പോ അതിനാണ് വർഷ അതിൻ്റെ അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ക്ലീൻഡ് എന്ന് പറയില്ല, ക്ലീൻ മതി. ഞാൻ നോട്ട് എഴുതിയിട്ടില്ല എന്ന് ഒരാൾക്ക് ഉത്തരമായിട്ട് പറയണമെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കാൻ നോട്ട് എഴുതിയോ. അപ്പൊ ഡിഡ് യു റൈറ്റ് നോട്ട് എന്ന് ചോദിച്ചാലാണ് ഐ ഡിഡ് നോട്ട് റൈറ്റ് നോട്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഡിഡ് യു റൈറ്റ്. അതുപോലെ ഡിഡ് യു റൈറ്റ് നോട്ട്, ജെൻസി. ഓക്കെ. ഡിഡ് യു റൈറ്റ് നോട്ട് യുവർ നോട്ട്. ഡിഡ് വെച്ച് ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ. ഡിഡ് വെച്ച് ഒരു ചോദ്യം ചോദിക്കൂ. ഡിഡ് വെച്ച് ഒരു ചോദ്യം എന്നോട് ചോദിക്കൂ. എന്ത് വേണമെങ്കിലും ആവാം. ഡിഡ് യു ഈറ്റ് ഫുഡ്? അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഐ ഏറ്റ് മൈ ഫുഡ്. ഡിഡ് യു വേക്ക് അപ്പ് ഏർലി? യെസ് ഐ വോക്ക് അപ്പ് ഏർലി. ഡിഡ് യു wash your clothes? No, I did not wash my clothes. Did you hit her? No, I did not hit her. Did you like to take the class? Yes, I like to take class. Yes. Steffi, did you go to shopping? No, I did not go to shopping. Did you eat food? Yes, I ate my food. Okay, ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? Did you sleep very well? Yes, I slept very well. Did you watch TV? Yes, I watched TV. ഓക്കെ. ഇനി അടുത്തത് ഓക്കെ. ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് വരാം. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാത്ത കാര്യം, വരില്ല, പോകില്ല, എടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ
ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഐ വിൽ നോട്ട് കട്ട് വെജിറ്റബിൾസ് ടുഡേ. ഇന്ന് ഞാൻ പച്ചക്കറി മുറിക്കില്ല, കഷ്ണമാക്കില്ല. ഐ വിൽ നോട്ട് കട്ട് വെജിറ്റബിൾസ് ടുഡേ. അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ടേക്ക് നോൺ വെജ് ഫുഡ്. നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ ഇന്ന് ഞാൻ എടുക്കില്ല, ഉപയോഗിക്കില്ല. അപ്പൊ നിങ്ങളും ഇതുപോലെ നാളെ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു. നാളെ ചെയ്യുവാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയാം. I will not wake up early morning. വെരി ഗുഡ്. ഇപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. ഐ വിൽ നോട്ട് വേക്ക് അപ്പ് ഏർലി മോർണിംഗ് ടുമാറോ. നാളെ ഞാൻ അതിരാവിലെ എഴുന്നേൽക്കില്ല. മറ്റെന്തെങ്കിലും? അടുത്ത ആള് ഐ വിൽ നോട്ട് അറ്റൻഡ് ദ ക്ലാസ് ടുമാറോ. ഐ വിൽ നോട്ട് യൂസ് മൈ ലാപ്ടോപ്പ് ടുമാറോ. ഓക്കെ, വിജി. Jency, I will not make food. I will not eat junk food. I will not watch TV tomorrow. I will not watch TV tomorrow. Okay, അടുത്തത്. I will not drink cold water. Surya, I will not go shopping tomorrow. I will not go to gym tomorrow. അടുത്തത്. ഓക്കെ. ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വരാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്, പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് റിവൈൻഡിങ് ആണ് നമ്മളിപ്പോൾ നടത്തിയത്. ഇനിയിപ്പോ ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ എഴുതിക്കോ, ഹെഡിങ് എഴുതുക നിങ്ങളുടെ നോട്ടില്. പ്രസന്റ് കണ്ടിന്യൂവസ്, PRESENT. പ്രസന്റ് കണ്ടിന്യൂവസ്, CONTINUOUS. പ്രസന്റ് കണ്ടിന്യൂവസ്. പ്രസന്റ് കണ്ടിന്യൂവസ്, PRESENT. പ്രസന്റ് കണ്ടിന്യൂവസ്, CONTINUOUS. കണ്ടിന്യൂവസ്. ഓക്കെ. അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ എഴുതുക. സബ്ജക്ട് പ്ലസ് എന്ന് വെച്ചാൽ എസ് പ്ലസ് ഈസ്, ഒരു വരയിട, ഈസ് സ്ലാഷ് ആം, ഒരു സ്ലാഷ്, ഒരു വര കൂടി വരയ്ക്കുക, ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ്, ആം, ആർ. ഞാനൊന്നിട്ട് പറയാം. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് വി പ്ലസ് ING. ഓക്കെ. അപ്പോ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, സിമ്പിൾ അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാചകത്തെ നമുക്കറിയണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING. അതാണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂവസ്. പ്രസന്റ് കണ്ടിന്യൂവസ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇനി ഇവിടെ നാം ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്ത് ഈസ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആർ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആം എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങളത് നോട്ട് ചെയ്യുക. ആം എവിടെ ഇതിന്റെ കൂടെയാണ് വരുന്നത്? ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ ആം. ഐയുടെ കൂടെ മാത്രമേ ആം വരികയുള്ളൂ.
അപ്പൊ ആം എന്ന് എഴുതിയിട്ട് നേരെ ഒരു വര വരച്ചിട്ട് ഐ എന്ന് എഴുതുക. ഐ ആം ഗോയിങ്, ഐ ആം റീഡിങ്, ഐ ആം വാച്ചിങ്, ഐ ആം ഈറ്റിംഗ്, ഐ ആം ഡ്രിങ്കിങ്, ഐയുടെ കൂടെ ആം വരുന്നു. ഇനി അടുത്തത് ഈസ്. ഈസ് എപ്പോഴെങ്കിലും വരുന്നത് ഹി ഈസ്, ഹിയുടെ കൂടെ വരും, ഷീയുടെ കൂടെ വരും, ഷീയുടെ കൂടെ വരും, ഇറ്റ് ഇറ്റ് ഇതിന്റെ കൂടെ വരും. പിന്നെ വരുന്നത് സിംഗുലർ ആയിട്ടുള്ള എന്തിന്റെ കൂടെ വരും? സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകവചനം. ദാറ്റ് മീൻസ് ഒരെണ്ണം ഉണ്ടെങ്കിൽ ബേർഡ് ഈസ് വരും, ബേർഡ്സ് ആണെങ്കിൽ വരില്ല. ബോയ് ഈസ് വരും, ബോയ്സ് ആണെങ്കിൽ വരില്ല. പ്ലെയർ ഈസ് വരും, പ്ലെയേഴ്സ് എന്നാണെങ്കിൽ വരില്ല. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ളതിന്റെ കൂടെ എന്ത് വരുന്നു? ഈസ് വരുന്നു. ഓക്കെ, ഇതിൽ പെടാത്തത് എല്ലാവരും ആറിന്റെ കൂടെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ആറും കൂടെ ഒന്ന് സൂചിപ്പിച്ച് വെക്കാം. ആറ് ഏതിന്റെ കൂടെയൊക്കെ വരും? ആറ് ദേ ആർ, THEY, ദേ ആർ, വി ആർ, യു ആർ, YOU, യു ആർ. പിന്നെ പ്ലൂരല്, ബഹുവചനം, ഒന്നിൽ കൂടുതൽ, ബോയ്സ്, ഗേൾസ്, പ്ലേയേഴ്സ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെയും എന്ത് വരുന്നു? ഈ ആറുന്നുള്ളത് വരുന്നു. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം. ഈസ്, ആം, ആറ്. അതിൽ ഈസ് ഏതെല്ലാം സബ്ജക്റ്റിന്റെ കൂടെ വരുന്നു? ആം ഏതെല്ലാം സബ്ജക്റ്റിന്റെ കൂടെ വരുന്നു? ആറ് ഏതെല്ലാം സബ്ജക്റ്റിന്റെ കൂടെ വരുന്നു? ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈസ് വെച്ച് ആരംഭിക്കാവുന്ന, ഈസ് വരുന്ന, ആറ് വരുന്ന, ആം വരുന്ന 3 സെന്റൻസുകളൊക്കെ പറഞ്ഞേ. ഈസ് വന്നം, ആം വന്നം, ആറ് വന്നം. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ആം ടേക്കിംഗ് ദ ബോട്ടിൽ. ഈസ് വെച്ച് പറയാൻ വേണ്ടി ഞാൻ പറയാം ഹി ഈസ് കുക്കിംഗ് ഫുഡ്. ഇനി ആറ് വെച്ച് വരുന്ന ഒരു സെന്റൻസിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. യു ആർ ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോ ഈസ് വെച്ചൊരു വേർഡ്, ആം വെച്ചൊരു വേർഡ്, ആറ് വെച്ചൊരു വേർഡ് പറയും. Yes, she is sleeping. I am waiting for my son. Parisa, I am playing cricket. Sana, she is dancing. Okay. Binoy, she is my sister. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ കുഴപ്പമില്ല. ഷീ ഈസ് മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ING വന്നിട്ടില്ല. I am going to market. They are watching TV Surya. അടുത്തത് സബ്ജക്റ്റ് വന്നം, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വന്നം, വെർബ് വന്നം, അതിന്റെ കൂടെ ING വന്നം. അതാണ് പ്രശ്ന കണ്ടീഷൻ. അപ്പൊ ഹി ഈസ് പ്ലേയിങ്, അഞ്ചന പറയുന്നു ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പൊ ഇനി ആറ് വെച്ചാൽ പറയും. I am going to gym, Jency. We are dancing. They were playing cricket. I am drinking water. She is my best friend. She is my best friend എന്ന് പറയുമ്പോൾ അതിനകത്ത് ING എവിടെയാണ്? ഓർക്ക, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോ വെർബിന്റെ കൂടെ ING കൂടി വേണം. I am drinking water. She is writing letter. Fasila.
യെസ്, മറ്റുള്ളവര് രേഷ്മയുണ്ട്. ഗേൾസ് ആർ ഡാൻസിങ്. കൊള്ളാം, ഗേൾസ് ആർ ഡാൻസിങ്. അപ്പൊ ഗേൾസ് എന്നുള്ളതിന് പകരം ഗേൾ എന്നായിരുന്നെങ്കിലോ, ഗേൾ ഈസ് ഡാൻസിങ് എന്ന് തന്നെ. ഗേൾ ഈസ് ഡാൻസിങ്. ഓക്കെ. Viji, I am attending the class. He is reading the novel. We are attending the English class. Birds are flying. Hola. Birds are flying. Yes. Birds are flying. Boy is playing in cricket. Dhanya Kannan. യെസ്. അപ്പൊ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കാര്യം. ഇപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസ് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസിന്റെ പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള സെന്റൻസ് വരെ നമ്മൾ പറഞ്ഞു. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എനിക്ക് പറയുമ്പോഴേക്കും പറയാം ഐ ആം ടീച്ചിങ് യു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാകുന്നു. ഐ ആം ടീച്ചിങ് യു എന്ന് പറയുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഈ 3, 1, 4 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറയുക. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. അപ്പൊ ഇന്റർവ്യൂവിന് പോയി നിങ്ങൾ അവിടെ ചെന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് ചോദിച്ചു, പേര് നിങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഇന്റർവ്യൂ ബോർഡിലേക്ക് ഒരാൾ പറഞ്ഞു, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്. ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്, നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ ഉത്തരം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ജോലി ഉറപ്പാകണം. അപ്പൊ അതുകൊണ്ട് അത് മനോഹരമായിട്ട് പറയുകയും കൂടി വേണം. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോ തന്നെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലാതെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് പറയും എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്. ചോദ്യം ഇതാണ്, നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മൈ നെയിം ഈസ് എന്ന് പറയാം. ഐ ആം കമ്മിങ് ഫ്രം എവിടെയാന്ന് പറയാം. എനിക്ക് എത്ര സഹോദരങ്ങളുണ്ട് എന്ന് പറയാം. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഹോബി എന്താണെന്ന് പറയാം. എന്തുകൊണ്ട് ഞാൻ ഹോബി ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണം പറയാം. എന്തുകൊണ്ട് ഞാൻ ഈ ജോലി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ കാരണം പറയാം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവേഴ്സെൽഫ്. ആർക്ക് പറയാൻ പറ്റും? അറിയില്ല. I will support. Please introduce yourself. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. I am Surya. Very good. പറയൂ. I am Surya. I am coming from Ernakulam. Okay, I am coming from Ernakulam. I have a father, mother, husband, and 2 kids. Okay. My hobbies are watching TV, listening music, and reading. Okay. Anything more? I have completed my PG in St. Peter's College, Kolanjeri. Okay. And after I have working as an accountant in Alpha Associates. Okay. I have 5 years experience in account field. Okay. That's all about my. That is all about me. Okay. Surya കൊള്ളാം. ഇനി വേറെ ആർക്കെങ്കിലും?
നിങ്ങൾ പറയുന്നത് തെറ്റായിക്കോട്ടെ, നമുക്കിത് എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ടൊരു എക്സ്പീരിയൻസ് ആണത്. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. അടുത്തത് ആരുമില്ല. അവസരങ്ങള് ശരി, ഓക്കെ. ജെൻസിയിലത് എഴുതി കാണിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ പോയിട്ട് ചെന്നിരിക്കുമ്പോൾ നമ്മളോട് ചോദിച്ചാണ്, അപ്പൊ നമ്മളത് പറഞ്ഞുകൂടി ഒന്ന് ശീലിക്കണമല്ലോ. ഒന്ന് പറയാൻ പറ്റും, എന്താണ് മനസ്സിലുള്ളത് അത് നമുക്ക് പറയുക കൂടി വേണം. ഇൻട്രൊഡ്യൂസ് എവിടെ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമല്ലേ ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് എന്ന് പറയുന്നത്. ഓ യെസ് 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 യെസ്. ഓക്കെ 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 ഓക്കെ. ജെൻസിയുടെ കാരണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ സൂര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. സൂര്യൻ്റെ അത് പറഞ്ഞു, ഐ ഹാവ് ദ ഹോബി ഈസ് റീഡിങ് എന്ന് പറഞ്ഞു. അപ്പോ പല ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തപ്പോഴുണ്ടാകുന്ന അനുഭവം വെച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെർട്ടുകളുടെ അഭിപ്രായത്തിലും കൂടി പറയുന്നതാണത്. എപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് അവർക്ക് അടുത്ത ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് ഇട്ട് കൊടുക്കും. സ്കോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം എൻ്റെ അത് വരും. ഇവിടെ പറഞ്ഞത് റീഡിങ് ഒറിജിനലി ഹോബി ആണെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മളിപ്പോൾ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടി റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവര് റീഡിംഗ് എന്ന് കേൾക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയുള്ള ബുക്കുകളാണ് വായിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അതിനൊരു കാരണം നമ്മൾ റീഡിംഗ് ഹോബി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അതിനൊരു മറുപടി പറയും. എന്ത് പറയും? ഐ റീഡ് ഓട്ടോബയോഗ്രഫി എന്ന് പറയും. അപ്പൊ ഈ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആള് ധാരാളം ഓട്ടോഗ്രാഫി വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാള് ആ ഓട്ടോബയോഗ്രഫിയുടെ പേരുകൾ പറഞ്ഞത് നമ്മൾ ചോദിക്കും, ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ നുണ പറഞ്ഞ ആണെങ്കിൽ. അപ്പൊ ഒരു പക്ഷേ ലാസ്റ്റ് പുള്ളി ചോദിക്കും, നെയിം ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് യു ഹാവ് റെഡ് ലാസ്റ്റ്. നിങ്ങൾ ഏറ്റവും അവസാനം വായിച്ച ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്, ടൈറ്റിൽ എന്താണെന്ന് ചോദിക്കും. അത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം, ഒരു ആൻസർ നമ്മൾ അങ്ങോട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കൂടി 4-5 ചോദ്യങ്ങൾ വരാം. അതിനും കൂടിയുള്ള ആൻസർ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ആ ഒരു കാര്യം എപ്പോഴും, ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ എപ്പോഴും അതെപ്പോഴും മനസ്സിലെപ്പോഴും ഒരു പ്ലാനിങ് ഉണ്ടാവണം. യെസ്. ഇനി അടുത്ത ആർക്കെങ്കിലും? ഇനിപ്പിടി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറയൂ. ആരും പറയുന്നില്ലല്ലോ. നമ്മളിത് പറഞ്ഞ് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നെങ്കിലും മാത്രമേ നിങ്ങൾക്കും ആ പറയാനുള്ള സ്കിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്തെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, എൻ്റെ ഹോബി എന്താണ്, എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ എന്താണ്, യുവ കാര്യങ്ങളൊക്കെ യോജിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ചുള്ള ഇൻട്രോഡക്ഷൻ ആയി. അത് കേട്ടിട്ട് വേണം അവർക്ക് അവരുടെ കമ്പനിക്ക് പറ്റിയ ഒരാളാണോ നിങ്ങൾ എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പറയുന്നതിൽ നിന്ന് നിങ്ങൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, പറയൂ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. വെരി ഗുഡ്. ധൈര്യമായിട്ട് പറയും. Good afternoon, all. Thank you for giving me this wonderful opportunity to introduce myself. Very good. My name is Farisa. I am from Ernakulam. Okay. I have completed MSc Retail Marketing at University of Roehampton. Okay. Currently, I am working as a crew member of McDonald's. Yes. I have customer experience of 1 year. Okay. I am interested in cooking and traveling. I am a person with a positive mind and dedicated person. Very good. I am from a family of 5. I am one of the 4 siblings. Yes. My aim is to become a great digital marketer.
Oh, I have a strong willpower to get there. yes. That's all about me. Thank you. Okay, very good, very good, very good. അടുത്താണ്. Thank you, sir. Please introduce yourself. ഒരാൾ കേട്ടു, അടുത്ത ആൾ കേട്ടു. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നില്ല, ഇനി ഞാൻ പറയാം. അങ്ങനെ തോന്നുന്നവർ പറയാം. യെസ്. Sir, ഞാൻ പറയാം. യെസ്, വെരി ഗുഡ്. പറയൂ. I am Reshma Prasad. I am from Kottayam. Yes. I am a postgraduate in mathematics. Okay. Still, I am not working. I have 2 small kids, and my husband and parents are including in my family. Okay. And now I am trying for a job and Okay. trying for PSC exams. Okay. And my hobbies are cooking and watching my kids. Okay. That's all. So let me ask you one question. What is your ambition in your life? I want one job. My ambition is to get a job, a government job, but I don't know. I'm trying, but I don't know it is successful. So I'm trying for a job. Let me ask you one more question. Let me Yes, ask sir. you one more question. Why Okay. you prefer government job? Why can't you try for any other private companies jobs? Yes, I like private jobs. I'm trying for private jobs and government jobs, but mostly I'm trying for government job. But that I don't know it's become. പറഞ്ഞോ അത് തത്സമയം കിട്ടുമ്പോ ആ സമയത്ത് പറയുന്നതിന് Yes, yes. ഇപ്പൊ ഞാൻ പറഞ്ഞേൽപ്പിക്കുന്ന ആളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരും. ഇത് പ്രിപ്പറേഷനിലാണ് പറയുന്നത്. ഇതാണ് കറക്റ്റ്. Why did you prefer government jobs? Why? Reason? Why? So because I have 2 small kids now, so I have no time to go for a private job daily. So I'm free time. I'm trying for government job PSC exams. Okay. Yes, Have you included any rank list? yes, sir. Yes, sir. You are waiting for a good job. Yeah, thank you, sir. I told you one more thing. But now you came for this interview. Why did you prefer this job? The interview hospital administration interview വിചാരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, Yes, sir. why did you prefer this job? Because I have an ambition for getting a jobs in a medical field. That's my ambition at my childhood time. But unfortunately, I'm changing that side. I'm taking another courses, so I'm not getting any job in that medical field. This time I am free, so I didn't get any another job. So I'm trying for this job. Okay. I'm like to take a job in this field. So let me ask you one more question. And you told me that you like government jobs. In government, Yeah. there are so many departments: forest, police, excise, local self-government, revenue. Which department that you like most to be work? I like in office works. So I like police department, but I have some height problem, so I didn't pass the medical exam. Yeah. Yes. So you want to work in an office only? Yeah. Okay. Because I'm past the courses in secretariat practice, like typist, that field courses I am passed. So I'm trying for the jobs in office attendant, like that type jobs. I'm trying for that. And you told me that you are trying for a government job. You don't know whether you make it to the work or not. If you told in a pessimistic way. So I tell you that be optimistic and you may get a good job in government service. Okay? Okay, sir. Thank you. Anybody? അടുത്ത നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. അത് തെറ്റിയാലും ശരിയായാലും നിങ്ങൾ പറയുക. ഞാനിതിങ്ങനെ പുറയപ്പെടും എന്ന് പറയുന്നത്, ഇത് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതുപോലെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയമായിട്ട് അങ്ങനെ പറയും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ സൂര്യ പറഞ്ഞു, പരീസ പറഞ്ഞു,
രേഷ്മ പ്രസാദ് പറഞ്ഞു. അടുത്തത് ധൈര്യമായിട്ട് ആരാ പറയാ? അടുത്തത് ഇനി ഞാൻ പറയാമെന്ന് ആരാ പറയാ? എവിടെ ആരും ധൈര്യം കാണിക്കുന്നില്ലല്ലോ. ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഞാൻ പറയാം നിങ്ങൾ പറയാമെന്ന് നിങ്ങളുടെ മനസ്സിന്റെ അകത്തുണ്ട്, പക്ഷെ പറയൂല. അപ്പൊ അതുകൊണ്ട് എന്തും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരാ ഇനി അടുത്തത് പറയാം? ഇവര് 3 പേര് പറഞ്ഞല്ലോ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ആരും പറയൂല. Hello, sir. Yes, carry on. Anup Kumar. Yes, Yes. Please introduce my, yourself. my name is Anup. Okay. Coming from I live from Patanda. Oh, Pathanamthitta. Okay. Yes. Mother, father, sister, grandma, grandpa, Okay. all my family. Okay. Then that is my hobbies is mimicry, mimics. Oh, very good. Thanks. You tell something. കുറച്ചുകൂടി പറയുന്നെങ്കിലും അന്ന് പറയാനായിട്ട് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രചോദനത്തിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പറഞ്ഞോളൂ, നീ പറഞ്ഞോളൂ. That all my that of them. That all, അല്ലേ? And you Yes. like you are a mimicry artist. Yes. Have you done any stage performances so far? School, college, that What you are doing, imitating the film star sounds or making the film actors. film actors you are imitating? Yes. Yes. Which actor is very convenient to you to imitate? Which actor? The famous actors Malayalam movies, Jain sir. Jain sir. Yes. Yes. But you like Jain? Yes. Okay. Of all the film actors, whom do you like most? Is is my favorite. The almost is a famous actor is Lalatan. By my Lalaton. yes, Mohanlal. Mohanlal is your favorite actor. Why Yes. did you feel so? Why did you feel so? And what attracted you to him? That is നിങ്ങളോട് ആകർഷിച്ച ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ആ ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു അങ്ങനെ എന്തെങ്കിലും? അതാണ് that moment is ഇംഗ്ലീഷ് Lalatan Mohanlal is very hardworking. ഹാർഡ് വർക്കിംഗ്. All of them. Not wait for. Okay. You tell make it 2 more sentences. Is feeling for them. Okay, പറഞ്ഞോളൂ. Acting is a very beautiful. ഉദ്ദേശിച്ചത് ഹീസ് ആക്ടിങ് വെരി നൈസ്ലി. Natural. ഓക്കെ, ആ വാക്കാൻ ഏതായാലും വന്നില്ല, അതുകൊണ്ടാണ് അവിടെ ഒന്നും ഇതായത്. ഓക്കെ, ഐ വിൽ സപ്പോർട്ട്. ഓക്കെ, നാച്ചുറൽ ആക്ടിങ് ആണ്, വെരി ഗുഡ് ആക്ടർ ആണ്. ഓക്കെ, that is all. Anup Kumar, one more question. What is your ambition in your life? What do you want to become in future? My ambition is the hospital administration. Once more, I couldn't hear. Hospital administration field. Hospital administration field. Why did you select this hospital administration field as your career? Why did you? Service of people. You want to serve with the people. Yes. There are so many other fields that you can serve with the people. Why did you select this hospital administration? This is the small, the not equalities, poor and riches. All peoples are more than same equal for service. Okay.
അനൂപിന്റെ ഉള്ളിൽ കുറെ ഐഡിയ കിടപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ വന്നില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കുറെ അധികം ഐഡിയാസ് പറയാൻ വേണ്ടി നിൽപ്പുണ്ട്. അത് ഫ്ലോ ആയിട്ട് വന്നില്ല എന്നേ ഉള്ളൂ, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ യു വാണ്ട് ടു ബിക്കം a hospital administrator because you want to serve the people. Yes. Yes. Suppose if you are not getting this hospital administration, what is next to your choice? What, sir? What is next choice? Next choice. Oh. Acting. I'm more like the acting. And you will turn your attention to acting. Yes. Yes. Acting is also a healing to the people. Yes. Okay. ഇപ്പൊ സമയക്കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാല് ജയനെ അനുകരിക്കാൻ പറഞ്ഞാല്. ഓക്കെ, അപ്പൊ അനൂപ് കുമാർ, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. I appreciate your mind to participate. നമ്മൾ മാറി നിൽക്കാതെ ഇങ്ങനെ കയറി വന്നില്ലേ? I appreciate your mind. Okay, keep it up. Thank you, sir. Okay, welcome. അടുത്ത ആള്. Good afternoon, sir. I am Binoy BM. ബിനോയ് പറഞ്ഞോളൂ ബിനോയ്. Yes. Sir, my name is Binoy. I am from Trivandrum. I am a graduate student. My hobbies is playing cricket and singer. Singer. Okay, very good. My mother, my father, my sister in my house. Okay. I am not yet working. Before I am studying in hospital administration course. Okay. Anything more? എന്തെങ്കിലും? Nothing, sir. I am a cricket player. You are a cricket fan, and you told me that you are a great singer. Yes. Which type of song you like most? Malayalam songs. I mean, Yeshudas, Jayachandran song. I will sing. Okay. Very good. Very good. Can you sing 2 lines? 2 lines. 2 lines. Okay, sir. Sure. Okay, carry on. Okay. പഴന്തമി പാട്ടിയയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്ര താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ കനവു നീതുരാത്മരാഗം ഇഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാതി താളം പഴന്തമി പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്ര താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. താങ്ക് യു, സർ. Okay, welcome. Super. എങ്ങനെയുണ്ടായിരുന്നു? ബാക്കിയുള്ളവര് പുള്ളിയുടെ പാട്ടിനുള്ള കമന്റ് പറയട്ടെ. Yes. Okay. As you are a singer, I told you. അപ്പൊ അനൂപ് കുമാറെ പേടിക്കേണ്ട, മിമിക്രി കാണിക്കാനായിട്ട് നമുക്ക് ഇനി വേറെ അവസരം വരുമ്പോൾ നമുക്ക് മിമിക്രി അവതരിപ്പിക്കാം കേട്ടോ. അത് പ്രശ്നം പേടിക്കണ്ട. ഓക്കെ. സർ, ഞാൻ ആക്ടിങ് ചെയ്യും, സർ. ഓ, ആക്ടിങ്. യു ലൈക്ക് ആക്ടിങ്? Yes, very good. And your singing is very good. അപ്പൊ നമുക്ക് ഇത്രയും ഈ പറഞ്ഞ ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും ആണ് അത്രയും. അപ്പൊ അതിന്റെ ഒരു അഭാവത്തിൽ ഇത്രയും മനോഹരമായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോ ഗുഡ് സിംഗർ. ഓക്കെ. സോ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും, സാർ. എന്റെ ബോക്സും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ? വീട്ടില് ബോക്സും മറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, സാർ. ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഇന്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആകാശത്തിന്റെ കീഴിലുള്ള ഏത് സംഗതികളെ കുറിച്ച് അവർ ചോദിക്കും.
ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം, സുഹൃത്തിന്റെ അനുഭവം എൻ്റെ അനുഭവം തന്നെ പറയുന്നത്. ഞാനൊരു ഇന്റർവ്യൂവിന്, ഗവൺമെന്റ് സർവീസ് ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ചോദിച്ചു. അപ്പൊ ഐ ടോൾഡ് മൈ നെയിം ഈസ് ജോബ്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ജോബ് എന്ന് ചോദിച്ചു. ഹു ഈസ് ജോബ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നോട് ചോദിച്ചു, വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ് എന്ന് ചോദിച്ചു. അപ്പോ നമ്മൾ പഠിച്ചു കൊണ്ടുപോയ വിഷയം ചോദിച്ചത് വേറൊരാളാണ്. പക്ഷെ ഒരു പേര് കേട്ടപ്പോൾ തന്നെ ആ പേരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സിംഗർ ആണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ സിംഗിങ്ങിനെ കുറിച്ചായിരിക്കും വീണ്ടും നമ്മളോട് ചോദിക്കുക. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് 4 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണോ ഈ സംഗതികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഒരു സെന്റൻസ് എങ്കിലും പറയാൻ പറ്റുന്നത്, അവിടെയൊക്കെ നിങ്ങൾ അത് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ച ഒരു സെന്റൻസ് കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാതിരിക്കുകയുള്ളൂ. സിമ്പിൾ പ്രസന്റ് പതിവായിട്ട് നടക്കുന്ന കാര്യവും, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യവും, സിമ്പിൾ ഫ്യൂച്ചർ വരാൻ പോകുന്ന കാര്യവും, പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അതാർക്കെങ്കിലും തിരിച്ചൊന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ് പതിവ്, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയത്, സിമ്പിൾ ഫ്യൂച്ചർ വരാൻ പോകുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പറഞ്ഞാരെങ്കിലും തിരിച്ചിങ്ങോട്ട്. സിമ്പിൾ പ്രസന്റ് പതിവായിട്ട് നടക്കുന്ന കാര്യം, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം, സിമ്പിൾ ഫ്യൂച്ചർ വരാനിരിക്കുന്ന കാര്യം, പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒരാളെ വിളിക്കാൻ പറഞ്ഞു. ആ വിളിക്കാൻ വേണ്ടിട്ട് പോയിട്ട് നിങ്ങൾ ആദ്യം വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എവിടെ വിളിക്കാൻ പറഞ്ഞ ആളെവിടെ? അപ്പൊ നിങ്ങൾ ഈസ് കമ്മിങ്, അവൻ വരുന്നുണ്ട്, ഈസ് കമ്മിങ്, ദേ ആർ വർക്കിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നമുക്ക് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇന്ന് ഈ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറയാം. പ്രസന്റ് കണ്ടിന്യൂസുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ. യെസ്, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING. ഈസ് ഇതിന്റെ കൂടെയൊക്കെ വരുന്നു, ആം ഇതിന്റെ കൂടെയൊക്കെ വരുന്നു, ആറ് ഇതിന്റെ കൂടെയൊക്കെ വരുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോ 4 ടെൻസ് നമ്മൾ പറയും. ഇതേപോലെ നമ്മൾ അടുത്ത് 9 എണ്ണത്തിലേക്ക് വരാനുള്ളതാണ്. 12 9 എണ്ണം എന്തായാലും നമ്മൾ നോക്കണം. അപ്പോ 4 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത ദിവസം നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, Thank you, sir. ഓക്കെ, വെൽക്കം. Thank you, sir. വെൽക്കം. Thank you, sir.